കെട്ടുപ്രായമായ രണ്ടു പെൺമക്കൾ, 8 വയസ്സും 1.5 വയസ്സുമുള്ള 2 ആൺകുട്ടികൾ, ശാരീരിക അസ്വസ്ഥതയുള്ള ഭർത്താവ്, ജപ്തി ഭീഷണി നേരിടുന്ന വീട്. ഇത് വേറെ എവിടെയോ ഉള്ള സംഭവമാണെന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ. മൊഗ്രാൽ നടുപ്പള്ളം കോട്ട റോഡിലെ അബ്ദുൽ ഖാദറിൻ്റെ ഭാര്യ അലീമയുടെയും മക്കളുടെയും കഥയാണ് ഈ പറഞ്ഞത്. 2007 40,000 രൂപയ്ക്ക് വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് പഞ്ചായത്തിൽ നിന്നും സഹായമായി ലഭിച്ച 75,000 രൂപ കൊണ്ട് വീട് പണി ആരംഭിച്ചു. എന്നാൽ വീട് പണിക്ക് ഇത് തികഞ്ഞില്ല. സ്വന്തം വീടില്ലാതെ 2 പെൺമക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു കൈ സഹായത്തിനായി പല വാതിലുകളും മുട്ടിനോക്കി. ഒടുവിൽ നിർബന്ധിതാവസ്ഥയിൽ ബാങ്ക് ലോൺ തന്നെയാണ് ഇവർക്ക് തുണയായത്. കുമ്പള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഇവർ 1 ലക്ഷം രൂപ ലോൺ എടുത്തു വീട് പണി ഭാഗികമായി പൂർത്തിയാക്കി. എന്നിട്ടും വിധി ഇവരെ വെറുതെ വിട്ടില്ല. കൂലിപ്പണിക്കാരനായ ഖാദറിന് അല്പം ശാരീരികാസ്വാസ്ഥതയും തുടങ്ങി. അതോടെ ജോലിക്ക് പോകാനും കഴിയാതായി. ബീഡി തൊഴിലാളിയായ അലീമയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. തുച്ഛമായ ഈ വരുമാനത്തിൽ കഷ്ടിച്ച് കുടുംബം പോറ്റുന്ന അലീമയുടെ മുന്നിലേക്ക് ഒരു രാക്ഷസനെ പോലെ ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസും എത്തി. ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ വീട്ടമ്മ. ബാങ്കിൽ നിന്നും വാങ്ങിയ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഏകദേശം 48,000 രൂപയോളം പലിശയായിരിക്കുകയാണ്. കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന 21 വയസ്സുള്ള മകളുടെ കല്യാണം നടത്താനുള്ള ചെലവ് വേറെയും കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ കണ്ടിട്ട് അയ്യോ പാവം എന്ന സഹതാപം മാത്രം പറയരുത്. ഞങ്ങൾ പലിശയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇവരെ ഈ കടക്കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടതും ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തിച്ചു കൊടുക്കേണ്ടതും ഇന്ന് മൊഗ്രാലുകാരുടെ കടമയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തങ്ങളാലാവുന്ന സഹായം എത്തിക്കുക. ഇതിനായി മൊഗ്രാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഹലീമയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ മൻസൂറിനോടൊപ്പം ആരിഫ് മൊഗ്രാൽ, mymogral.com.